നമസ്കാരം. നാളെ തൃക്കാർത്തികയാണ്, കൂടാതെ പൗർണമി കൂടിയാകുന്നു. അതിനാൽ അതിവിശേഷപ്പെട്ടതായ ദിവസമാണ് നാളെ. എന്നാൽ നാളെ ചെയ്യാൻ പാടില്ലാത്തതായ ചില തെറ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് ദോഷമായി തീരും. കൂടാതെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും വീടുകളിൽ നിന്നും ഒഴിവാക്കാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ ദേവിയുടെ സാന്നിധ്യം കൂടുതലായും അനുഭവപ്പെടുന്നതായ ചില സമയമുണ്ട്. ആ സമയത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകണം. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യമേ പരാമർശിക്കാനായി പോകുന്നത് ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങളെ കുറിച്ചാകുന്നു. ഈ കാര്യങ്ങൾ നാളെ നിങ്ങൾ ചെയ്യുന്നത് അതീവ ദോഷകരമാണ്. അതിൽ ആദ്യത്തേതായ കാര്യം, കുളിക്കാതെ ആഹാരം പാചകം ചെയ്യരുത് എന്ന കാര്യമാണ്. അതീവ ദോഷകരമായി ഭവിക്കും, ഒരിക്കലും ചെയ്യരുത്. രണ്ടാമത്തേതായ കാര്യം പകൽ ഉറക്കമാണ്. പകൽ ഉറങ്ങുന്നത് ദോഷമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. എന്നാൽ ചില വ്യക്തികൾക്ക് അവരുടെ ജീവിത സാഹചര്യത്താൽ പകലായിരിക്കാം ഉറങ്ങുവാൻ സാധിക്കുക. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ആവാം. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ സമയം ഉറങ്ങുന്നതിൽ തെറ്റില്ല. കുട്ടികൾക്കും ഗർഭിണികൾക്കും ഉറങ്ങുന്നതിൽ തെറ്റില്ല. മറ്റുള്ളവർ പാടില്ല ഉറങ്ങാൻ, പകൽ സമയം ഉറങ്ങാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ മത്സ്യം, മാംസം, ലഹരി എന്നിവ സേവിക്കാൻ പാടില്ല അഥവാ കഴിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം. ഇന്നേ ദിവസം പൂർണ്ണമായും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഏതൊരു വ്യക്തിയുടെയും മനസ്സ് വിഷമിപ്പിക്കുന്നത് ദോഷകരം തന്നെയാകുന്നു. പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയും മനസ്സ്. അത് നിങ്ങൾക്ക് ഭാവിയിൽ പല വിധത്തിലുള്ള തിരിച്ചടികൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരാം. ഒരിക്കലും ചെയ്യരുത്. കൂടാതെ വീട്ടിൽ നിന്നും പ്രത്യേകിച്ചും ചില വസ്തുക്കൾ നാളെ കളയുന്നത് ദോഷകരമായി ഭവിക്കും. അത് ഏതെല്ലാം വസ്തുക്കളാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് ചുവന്ന വസ്ത്രമാകുന്നു, പാടുള്ളതല്ല. പഴയ ചൂല് ഇന്നേ ദിവസം കളയുന്നത് ശുഭകരമല്ല. അത് നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരാം. ആവശ്യത്തിന് മാത്രം ആഹാരം പാചകം ചെയ്യുക. ആഹാരം കളയുന്നത് ഇന്നേ ദിവസം ശുഭമല്ല. അതിനാൽ പ്രത്യേകിച്ചും ഈ കാര്യത്തിന് പ്രാധാന്യം നൽകണം. ചെത്തി, മന്ദാരം, തുളസി, പിച്ചകം, തുമ്പ, മുക്കുറ്റി, ചെറുള, വിഷ്ണുക്രാന്തി, കറുക എന്നിവ പറിച്ച് കളയുവാൻ പാടുള്ളതല്ല. അതും നിങ്ങൾക്ക് തിരിച്ചടികൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരാം. നെല്ലിമരം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഇന്നേ ദിവസം ഒരിക്കലും മുറിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വാഴ വെട്ടുവാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ നാളെ കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊരു കാര്യം, പൊട്ട് തൊടാതിരിക്കരുത് എന്ന കാര്യമാകുന്നു. പൊട്ട് സ്ത്രീകൾ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുമംഗലികളാണ് എങ്കിൽ മഞ്ഞൾ, കുങ്കുമത്തിലകം നാളെ പ്രത്യേകിച്ചും അണിയുന്നതും സിന്ദൂരം അണിയുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. സുമംഗലികളായ സ്ത്രീകൾ ഈ കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ നാളെ ഒരിക്കലും ദേഷ്യം വരാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയം നാമങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിവായി പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇന്നേ ദിവസം കടം വാങ്ങുന്നത് ശുഭമല്ല. അത്തരം കാര്യങ്ങൾ ഒരു ദിവസം കഴിഞ്ഞാണ് എങ്കിലും ചെയ്യുവാൻ ശ്രമിക്കുക. ഉപ്പ്, മഞ്ഞൾ, കടുക്, നെയ് എന്നിവ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇത്തരം വസ്തുക്കൾ ഇല്ല, അല്ലെങ്കിൽ അളവ് വളരെ കുറഞ്ഞു എങ്കിൽ തീർച്ചയായും വീണ്ടും വാങ്ങി പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അരി തീർച്ചയായും വീടുകളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. 3/4 ഭാഗമെങ്കിലും ഉണ്ടാകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അരിപ്പാത്രം കൂടാതെ മഞ്ഞൾ പാത്രം, ഉപ്പുപാത്രം എന്നിവ തുടച്ച് വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. മുറമുണ്ട് എങ്കിൽ മുറവും വൃത്തിയായി തന്നെ തുടച്ച് വയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു. അരിപ്പാത്രം, കുങ്കുമം, മഞ്ഞൾ തിലകം ചാർത്തുന്നതും മുറം വൃത്തിയായി തന്നെ വീടുകളിൽ വയ്ക്കുന്നതും ശുഭകരമാകുന്നു. അരിപ്പാത്രത്തിൽ പ്രത്യേകിച്ചും കുങ്കുമം, മഞ്ഞൾ തിലകം അണിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷമാണ് ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കുളിക്കാതെ ഒരിക്കലും അടുക്കളയിൽ പ്രവേശിക്കരുത്. മുൻപ് പരാമർശിച്ചതായ ഒരു കാര്യമാകുന്നു. വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ ചെയ്യാതിരിക്കരുത്. കൂടാതെ പ്രധാന വാതിലിൽ പൊടി വരാൻ പാടുള്ളതല്ല. അതിനാൽ അതിരാവിലെ തന്നെ
തുടച്ച് വൃത്തിയാക്കി സ്വസ്തിക ചിഹ്നം വരച്ചതിന് ശേഷം വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ ഏവരും ശ്രമിക്കുക. ജനലുകൾ പൊടി പിടിക്കുവാൻ പാടുള്ളതല്ല, അതിനാൽ തീർച്ചയായും തുടച്ച് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ബെഡ്ഷീറ്റ്, കർട്ടൻ എന്നിവ മാറ്റുന്നതും ശുഭകരമാണ്. കൂടാതെ അലക്കാതെ തുണി കൂട്ടിയിടരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പൂജാമുറി തുടച്ച് വൃത്തിയാക്കുന്നതും പച്ചക്കർപ്പൂരം, അല്പം പച്ചക്കർപ്പൂരം ഇട്ട ജലത്തിൽ ചിത്രങ്ങൾ തുടച്ച് വൃത്തിയാക്കുന്നതും ഏറ്റവും വിശേഷമാണ്. ഇതിനുശേഷം വിളക്ക് തെളിയിക്കുന്നതാണ് ശുഭകരം. വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും മഞ്ഞൾ വെള്ളം തളിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു. കൂടാതെ നാളെ ചില സമയങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഈ സമയം നിങ്ങൾ അറിഞ്ഞ് ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഇരട്ടി ഫലം നൽകുന്നതിന് സഹായകരമായി തീരും. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് കാർത്തികയുമായി ബന്ധപ്പെട്ട ഈ വിശേഷപ്പെട്ട സമയമാകുന്നു. ഡിസംബർ 13 7:50, അതായത് രാവിലെ 7:50 മുതൽ ഡിസംബർ 14 5:47 വരെയുള്ള സമയം. ഈ സമയം ദേവിയുടെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതലായും അനുഭവപ്പെടുന്നതായ സമയമാണ്. ദേവി വീട്ടിൽ വരുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ ദേവീ നാമങ്ങൾ ജപിക്കുന്നതും വിളക്ക് തെളിയിച്ച് ദേവിയുടെ നാമങ്ങൾ ജപിച്ച് ഇരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഈ സമയം മനസ്സിൽ ദുഷ്ചിന്തകൾ വരാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. മറ്റു വ്യക്തികളുടെ നാശം ആഗ്രഹിച്ച് ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ ദേഷ്യത്താൽ ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. പരീക്ഷിക്കുവാനായി ഒരിക്കലും പ്രാർത്ഥിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും സർവ്വ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനും ജീവിതത്തിൽ ശത്രുനാശം സംഭവിക്കുന്നതിനും നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനും സഹായകരമായി തീരും. കൂടാതെ നാളെ സൂര്യോദയം വരുന്നത് 6:01 അത് നാളെ സൂര്യാസ്തമയം വരുന്നത് 6:01 6 മണി മുതൽ 6:49 വരെയുള്ള സമയം ദേവിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നതായ സമയമാകുന്നു. അതിനാൽ ഈ സമയം പ്രത്യേകിച്ചും ദീപം തെളിയിക്കേണ്ടതും ലളിത സഹസ്രനാമം ഉരുവിടുന്നതും അതീവ ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി ഫലം തന്നെയാണ് വന്നു ചേരുക. നാളത്തെ ദിവസം തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ഓരോ പ്രശ്നങ്ങൾക്കും ദേവി പരിഹാരം നൽകുക തന്നെ ചെയ്യും. അതിനാൽ പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ നാളെ ദീപങ്ങൾ തെളിയിക്കേണ്ടത് അനിവാര്യമാകുന്നു. എന്നാൽ എപ്രകാരമാണ് ദീപങ്ങൾ തെളിയിക്കേണ്ടത് എന്നും ഓരോ ദീപം തെളിയിക്കുന്നതിലൂടെയും വന്നു ചേരുന്ന ഐശ്വര്യങ്ങളെക്കുറിച്ചും വീടുകളിൽ നിർബന്ധമായും ദീപം തെളിയിക്കേണ്ടതായ ആ ഇടങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. നാളെ ആ പരാമർശിക്കും വിധം ഏവരും ദീപങ്ങൾ തെളിയിക്കുവാൻ ശ്രമിക്കുക. ഓരോ ആവശ്യങ്ങൾക്കായി പ്രത്യേകം ദീപം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ആ നമ്പറിൽ അല്ലെങ്കിൽ ആ സംഖ്യയിൽ ദീപം തെളിയിക്കുന്നതിലൂടെ ഐശ്വര്യം വന്നു ചേരും. തീർച്ചയായും ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുവാൻ ഏവരും ശ്രമിക്കുക.